ഹായ്, ഞാൻ ഐശ്വര്യ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രം അവർ നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയുന്ന 7 ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി പറയുന്ന ഓരോ ചോദ്യങ്ങളും ആ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് ഇഷ്ടമാണെങ്കിൽ, അവരുടെ മനസ്സിൽ ഒരു പ്രണയം ക്രഷൊക്കെ നിങ്ങളോട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അവർ ചോദിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഇതിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ പുരുഷന്മാർ പെൺകുട്ടികളോടും ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിന് അത്രത്തോളം പ്രസക്തിയില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് മിക്ക ഗേൾസിനോടും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അവർ മാക്സിമം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും. എന്നാൽ ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമാണെങ്കിൽ, പ്രണയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയാൻ ശ്രമിക്കൂ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം അവർക്ക് തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടം, പ്രണയം, അടുപ്പം ഒക്കെ നിങ്ങൾക്ക് അവരോടുമുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള 7 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യമായി പറയുന്നതാണ് അവരുടെ ലുക്കിനെ കുറിച്ച്, ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ. സാധാരണ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം, അടുപ്പം തോന്നിയിട്ടുള്ള വ്യക്തികളോട് മാത്രമായിരിക്കും അവരിങ്ങനെ ചോദിക്കുന്നുണ്ടാകുക. എന്ന് വെച്ചാൽ അവരൊന്ന് റെഡിയായി വരുന്ന ഒരു സമയത്ത് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് എനിക്ക് സ്യൂട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കളർ എനിക്ക് ഭംഗിയുണ്ടോ, എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത്രത്തോളം അടുപ്പമുള്ള ഒരാളോട് മാത്രമായിരിക്കും. അതല്ലാതെ മറ്റുള്ള പുരുഷന്മാരോട് അല്ലെങ്കിൽ ചെറിയൊരു പരിചയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവരിങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള കാര്യങ്ങൾ, മൊത്തത്തിൽ അവരുടെ ഒരു ഔട്ട്ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങളോട് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇതിലൂടെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുന്നുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങളോട് തന്നെ അവർ നേരിട്ട് വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരു അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ്, മനസ്സിലൊരു ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ അവർ ഫ്രീ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുക. രണ്ടാമതായി പറയുന്നതാണ് നിങ്ങൾക്ക് വല്ല ലവ് അഫെയറും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണോ എന്നറിയാൻ വേണ്ടി അവർ ശ്രമിക്കും. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അറിയാൻ വേണ്ടി, പെൺകുട്ടികളെന്ന് മാത്രമല്ല പുരുഷന്മാരാണെങ്കിൽ പോലും അവരെപ്പോഴും ആദ്യം അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെ ഇത് തന്നെയായിരിക്കും അല്ലേ. അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിക്ക് മറ്റ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണോ എന്നൊരു കാര്യം അറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെയും പെൺകുട്ടികൾ ചെയ്യാറുള്ളത്. അവരൊന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ടാക്കും, നിങ്ങൾ സിംഗിൾ ആണോ, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിൽ നിന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മാരീഡ് ഒക്കെ ആണെങ്കിൽ അതോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്നവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാക്കും. അതല്ല, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും അവർ പോകുന്നുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, ലവ് അഫെയർ ഉണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനായി പറയുന്നത്. മൂന്നാമതായി പറയുന്നതാണ് വളരെ ചെറിയ സഹായങ്ങൾ പോലും നിങ്ങളോട് തേടുന്നുണ്ടാക്കും. ചെറിയൊരു സഹായമാണെങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഹെൽപ്പ് അവർ ചോദിക്കുന്നുണ്ടാക്കും. അവരെ സംബന്ധിച്ച് ഇത് ചെയ്യാനും ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് ചെയ്യുന്ന സമയമെങ്കിലും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് തന്നെയാണ്. കാരണം പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് അവർ അങ്ങനെ കാണുന്നവരോട് എല്ലാവരോടും ഹെൽപ്പും കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു ബോയ്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അവരോട് ഒരു അടുപ്പും സ്നേഹം ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള സഹായങ്ങൾ അവർ തേടുന്നുണ്ടാക്കുക. അപ്പോൾ ചെറിയൊരു സഹായത്തിനാണെങ്കിൽ പോലും നിങ്ങളെ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഹെൽപ്പ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് അത്രത്തോളം ഒരു ഇഷ്ടം, ഒരു വിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇനി നാലാമതായി പറയുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ കളക്ട് ചെയ്യുന്നുണ്ടാക്കും. നിങ്ങളുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് നിങ്ങളുടെ ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാക്കും. ഇത്തരത്തിൽ വ്യക്തിപരമായ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാക്കും. ഇതൊക്കെ ചോദിച്ചറിയുന്നത് നിങ്ങളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റുന്ന ഒരാളാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണമെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഇഷ്ടം നിങ്ങളോട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലെല്ലാം തന്നെ അവർ ഇടപഴകുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. അതല്ലാതെ കണ്ടൊരു പരിചയം മാത്രമാണ്, പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിച്ചറിയുന്നുണ്ടാവില്ല. നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടാകും, ചിരിക്കുന്നുണ്ടാകും. അതിലപ്പുറത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. മറിച്ച് നിങ്ങളോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അടുപ്പം
അടുപ്പമോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയും. അഞ്ചാമതായി പറയുന്നതാണ്, നിങ്ങൾ എന്നെ നല്ലൊരു ഫ്രണ്ട് ആക്കാമോ എന്നും അവർ ചോദിക്കുന്നുണ്ടാകും. അവർക്കൊരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് അവർ ഓടിച്ചാടി നിങ്ങളോട് വന്ന് പറയുന്നുണ്ടാകില്ല. ഗേൾസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവർ പരമാവധി ആ ഒരു ഇഷ്ടം മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കും. അതിനൊരു സമയം എത്തുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ആ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി അവർ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാകാനും നല്ലൊരു ഫ്രണ്ടായി മാറാനായിരിക്കും ആദ്യം ശ്രമിക്കുന്നുണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ എന്നെ നല്ലൊരു ഫ്രണ്ട് ആക്കാമോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ടായി പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ആ ഒരു സമയകാലത്തിനുള്ളിൽ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാക്കുക. അപ്പോൾ ഇതും അവർ ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആറാമതായി പറയുന്നതാണ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുന്നുണ്ടാക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചറിയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് പലതായിരിക്കും. പക്ഷെ അവരിവിടെ പറയാതെ പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഇഷ്ടത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും തന്നെയാണ്. അപ്പോൾ ഇതാണ് ആറാമത്തെ ഒരു ക്വസ്റ്റ്യനായി പറയുന്നത്. ഏഴാമത്തെയും ലാസ്റ്റ് പോയിന്റായി പറയുന്നതാണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പെൺകുട്ടികളാണ് ഇഷ്ടം? പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഓരോ ടൈപ്പ് പെൺകുട്ടികളെ ആയിരിക്കുമല്ലേ ഇഷ്ടം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഭാവി വധുവായി സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ഭാവി വധുവായി വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണം? അവരുടെ ഒരു സ്വഭാവം, പെരുമാറ്റ രീതികൾ, ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ അവർ ചോദിച്ചറിയുന്നുണ്ടാക്കും. ഇതും ചോദിച്ചറിയുന്നത് അവരതുപോലെയാണോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അവർ പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളൊക്കെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് ഈ പറയുന്ന പോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു അടുപ്പമോ സ്നേഹമോ ഒക്കെ കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഏഴാമത്തെ ഒരു ക്വസ്റ്റ്യനായി പറയുന്നത്. നിങ്ങളുടെ ഭാവി വധുവിനെ കുറിച്ചെല്ലാം തന്നെ അവർ അറിയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ, മനസ്സിലൊരു ഇഷ്ടക്കൂടുതലുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.